വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നുണ്ടല്ലോ പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാം. പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കാന്ന് വെച്ചാൽ മാങ്ങ അച്ചാറാണേ. പക്ഷെ അത് നമുക്ക് മാങ്ങ അടുപ്പ് വെക്കുകയോ ഒന്നും വേണ്ട, കുറേ നാൾ ഇരിക്കുന്ന ഒരു അച്ചാർ. ഇത് നല്ലെണ്ണയാണേ, കണ്ടോ? ഇത് നല്ലെണ്ണ ഒഴിച്ചു. അപ്പം അത് ചൂടാകുന്നിടം വരെ നമുക്ക് ഇത് എടുക്കാം. ഇപ്പം കണ്ടോ, ഇതാണ് മാങ്ങ. ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഈ മാങ്ങ. ഇപ്പം ഈ മാങ്ങയ്ക്കകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് സ്വല്പം മഞ്ഞപ്പൊടി ഇടുക. സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ അത് ഈ മാങ്ങയിലോട്ട് ഇട്ടാൽ മതി. മുളക് പൊടി ഒരു 3 സ്പൂണ് വെച്ചിട്ടിടാം. അത്ര മുളക് പൊടി ഇട്ട് പിന്നെ ഇത് കടുകും ഉലുവായൂടെ പൊടിച്ചതാ. കടുക് വറുത്ത് ഉലുവായും വറുത്ത് അത് പൊടിച്ചതാ. ഇതൊരു 1.5 സ്പൂണ് ഇത്ര ഇടുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി ഇതിൽ ചേർക്കുന്നത് കുറച്ച് കരിയാപ്പില ഇടുക, വെളുത്തുള്ളി, ഇഞ്ചി. അത് ആ മാങ്ങ അരിഞ്ഞതുപോലെ തന്നെ ഉള്ള നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് ഇതൊന്ന് മൊരിയണം, ഇതൊന്ന് മൂപ്പിക്കണം, അതേ ഉള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇതൊന്ന് മൊരിയട്ടെ, ഇച്ചിരി കൂടെ മൊരിയണം. ഇത്രയും മൂത്ത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് ഇത്രയും മൂത്ത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുക, കായം. എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക. കണ്ടോ, ഇങ്ങനെ ഒഴിക്കുക. ഒരു സ്വല്പം വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഒരു ശകലം ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി നാൾ ഇരിക്കേണ്ട മാങ്ങയായതുകൊണ്ട് ഒരു ശകലം വിനാഗിരിയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കും. അതൊന്ന് തിളച്ചതേക്കണ്ടോ, വിനാഗിരി തിളച്ച് ഒരു ശകലം ഒഴിക്കുള്ളൂ. എന്താണെന്ന് ഇത് ഇരിക്കേണ്ട മാങ്ങയല്ലേ. കഴിഞ്ഞു നമ്മുടെ മാങ്ങ അച്ചാർ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് കണ്ടോ, ഇത് നമ്മൾ കുപ്പിയിലാക്കി വെച്ചാൽ ഒത്തിരി നാൾ ഇങ്ങനെ തന്നെ അഴുക്കാകാതെ ചീത്തയാവാതെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് മാങ്ങ വേവിക്കാതെ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഇതെല്ലാം പച്ചയ്ക്ക് ചേർക്കുന്നത്. ഇത് ഇങ്ങനെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ കണ്ടോ, അച്ചാർ കണ്ടോ, ഇത് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. ഈ മാങ്ങയൊക്കെ ഇങ്ങനെ അലുത്തലുത്തലുത്ത് ഇങ്ങനെ കിടക്കത്തില്ല. കണ്ടോ, എല്ലാം ഇതൊന്ന് വറുത്ത് ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും മാത്രം വറുത്തിടുക, പിന്നെ മൊരിച്ചിടുക. അല്ലാതെ വേറെ ഒന്നും ഇടണ്ട. ബാക്കി എല്ലാം പച്ചയ്ക്കാ. കണ്ടോ, മാങ്ങായും പച്ചയ്ക്ക്, മുളക് പൊടി പച്ചയ്ക്ക്, പിന്നെ എല്ലാം പച്ചയ്ക്ക് ഉപയോഗിക്കുക. എന്നിട്ട് ഇരിക്കുന്നത് കണ്ടോ, കണ്ടോ, ഇതാണ്. ഇനി നമ്മൾ കുറേശ്ശെ ഇത് കണക്ക് കുപ്പിയിലാക്കി വയ്ക്കും. നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഇത് ഇച്ചിരി കൂടെ ഒന്ന് ആ എണ്ണ ഒഴിച്ചതിൻ്റെ ചൂടുണ്ടാവില്ല, ചെറിയൊരു ചൂട്. അതൊന്ന് തണുത്ത് കഴിയുമ്പം നമ്മളിനി കുപ്പിക്കകത്താക്കി ഇത് വെക്കും. 1-2 കുപ്പിക്കകത്താക്കി ഇങ്ങനെ വെക്കുമ്പോൾ കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ.